എൻ്റെ പേര് ചിന്നമ്മ. സ്ഥലം പേരാവൂരാണ്. എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം എഴുതുന്നത്. മകൻ ദുബായിലാണ് ജോലി ചെയ്യുന്നത്. 7 വർഷത്തോളമായി സോറിയാസിസ് എന്ന രോഗം അവനെ അലട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. കൂടാതെ കൊളസ്ട്രോൾ ഒരു മനുഷ്യന് സാധാരണയുള്ളതിലും 3 ഇരട്ടിയായി വർദ്ധിച്ചു. ദുബായിലുള്ള ഹോസ്പിറ്റലിൽ ചികിത്സിച്ചു. തൽക്കാലം കുറയും, വീണ്ടും വീണ്ടും വരും. ഞാൻ ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുകയും സാക്ഷ്യം എഴുതിയിട്ട് കൊള്ളാമെന്ന് നേരുകയും ചെയ്തതിൻ്റെ ഫലമായി സൗഖ്യം ലഭിക്കുകയുണ്ടായി. ഇപ്പോൾ 1 വർഷത്തോളമായിട്ട് അവൻ്റെ ശരീരത്തിൽ ചെറിയ പാടുകൾ മാത്രമേ ഉള്ളൂ. ഇത്രയും അനുഗ്രഹം ഞങ്ങൾക്ക് നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. വിളിക്കാം ഈശോയേ. എൻ്റെ പേര് സൗമ്യ. ഞാൻ വരുന്നത് ആർളം ഫാമിൽ നിന്നാണ്. പെട്ടെന്നുണ്ടായ കഫക്കെട്ടും പനിയും എൻ്റെ 6 മാസം പ്രായമുള്ള കുഞ്ഞിനെ തളർത്തിയപ്പോൾ എൻ്റെ ചേച്ചി ഈശോയെ വിളിച്ചു പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥനയിൽ ഞാൻ വിശ്വസിച്ചു. എൻ്റെ കുഞ്ഞിൻ്റെ അസുഖം മാറ്റി പൂർണ്ണ ആരോഗ്യത്തോടെ ഇരിക്കുവാൻ ദൈവം അനുഗ്രഹിച്ചു. ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും അമ്മ ത്രേസ്യായ്ക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം ഈശോയേ. എൻ്റെ പേര് ശോഭ. ഞാൻ വരുന്നത് ആർളം ഫാമിൽ നിന്നാണ്. ഞാനും എൻ്റെ മോളും വ്യാഴാഴ്ചത്തെ ശുശ്രൂഷയിൽ പങ്കെടുക്കുകയും ശുശ്രൂഷ കഴിഞ്ഞതിന് ശേഷം അനുഗ്രഹം മേടിക്കുന്ന സമയത്ത് ജോസഫ് അച്ഛനോട് പറഞ്ഞിരുന്നു, എനിക്ക് തലവേദന, തലകറക്കം, കഴുത്തുവേദന, അതിശക്തമായ നെഞ്ചുവേദന ഉണ്ടെന്ന്. പ്രാർത്ഥിക്കാമെന്ന് അച്ഛൻ പറഞ്ഞു. അതുകൂടാതെ ഈശോയും മാതാവും എൻ്റെ കൂടെയുണ്ട്, ഞാൻ ഒന്നിനെയും ഭയപ്പെടുകയില്ല, ഈശോ എന്നെ സുഖപ്പെടുത്തും എന്ന പ്രാർത്ഥന 33 പ്രാവശ്യം ചൊല്ലാൻ പറഞ്ഞു. ഞാൻ ഈ പ്രാർത്ഥന 33 പ്രാവശ്യം ചൊല്ലി. ഇപ്പോൾ എനിക്ക് ഈ പറഞ്ഞ അസുഖങ്ങൾ ഒന്നും തന്നെയില്ല. അതുപോലെ തന്നെ തിരുനാളിന് മുൻപായിട്ട് തന്നെ കുറച്ച് ദിവസം എൻ്റെ കണ്ണിന് വല്ലാത്ത ചൊറിച്ചിലുണ്ടായി. ഈ കഴിഞ്ഞ കർമ്മല മാതാവിൻ്റെ തിരുനാളിന് മുൻപുള്ള രോഗസൗഖ്യ ആരാധനയിൽ പങ്കെടുക്കുകയും സൗഖ്യ ആരാധനയ്ക്ക് ശേഷം അനുഗ്രഹം വാങ്ങുന്ന സമയത്ത് റാപ്സനച്ചനോട് കാര്യം പറഞ്ഞപ്പോൾ പെട്ടെന്ന് സൗഖ്യമുണ്ടാവട്ടെ എന്ന് പറയുകയും ഉമിനീര് എൻ്റെ കണ്ണിൽ തേക്കുകയും എന്നിൽ നിന്നും കുഞ്ഞിലേക്കുള്ള ബ്ലഡ് ഫ്ലോയിൽ കുഴപ്പമുണ്ടെന്ന് പറയുകയും വേറെ 2 സ്കാനിങ് ചെയ്യണമെന്ന് പറയുകയും ചെയ്തു. അന്ന് ഞാൻ അച്ഛനെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്തു. അച്ഛൻ എന്നോട് ഉദരത്തിലുള്ളത് ഈശോയുടെ കുഞ്ഞാണ്, ഈശോ കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്ന് ചൊല്ലി എല്ലാ ദിവസവും 500 പ്രാവശ്യം പ്രാർത്ഥിക്കണമെന്നും പറഞ്ഞു. എല്ലാ ദിവസവും ചൊല്ലി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 2 സ്കാനിങ്ങിലും ഒരു കുഴപ്പവുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. ഈശോയുടെ അനുഗ്രഹത്താൽ ഞങ്ങൾക്കൊരു പെൺകുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചു. ഇത്രയും നല്ല അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും നന്ദി പറയുന്നു. പരമടിച്ച കർത്താവിന് നന്ദി പറയാൻ. പ്രിയപ്പെട്ടവരെ, ആദ്യത്തെ സ്കാനിങ്ങിൽ പല പ്രശ്നങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോഴാണ് ഉദരത്തിലുള്ള കുഞ്ഞ് ഈശോയുടെ കുഞ്ഞാണ്, ഈശോ കുഞ്ഞിനെ സ്നേഹിക്കുന്നു എന്ന പ്രാർത്ഥന ചൊല്ലാനായിട്ട് തുടങ്ങിയത്. പ്രാർത്ഥന ചൊല്ലി തുടങ്ങിയപ്പോൾ പിന്നീട് നടന്ന സ്കാനിങ്ങളിലെല്ലാം ഒരു കുഴപ്പമില്ല എന്ന റിസൾട്ട് കിട്ടുകയും ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കർത്താവ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്തതിനെ ഓർത്ത് കരമടിച്ചു എന്ന് പറയാം. വിളിക്കാം ഈശോയേ. എൻ്റെ പേര് ഡെയ്സിയും സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി 10 വർഷമായിട്ടും നടക്കാതിരുന്ന സ്ഥലം വിൽപ്പന നടന്നു കിട്ടുകയും നല്ലൊരു വീടും സ്ഥലവും വാങ്ങാനും സാധിച്ചു. ഇത്രയധികമായി ഞങ്ങളെ അനുഗ്രഹിച്ച ബന്ധിതനായ ഈശോയ്ക്കും പരിശുദ്ധ കർമ്മല മാതാവിനും അമ്മ ത്രേസ്യായ്ക്കും 1000 നന്ദി. ഉള്ള പ്രോപ്പർട്ടി വിൽക്കാനും വേറെ വീടും സ്ഥലവും വാങ്ങിക്കാനും കർത്താവ് ഇടവരുത്തിയതിനെ ഓർത്ത് വിളിക്കാം ഈശോയേ. എൻ്റെ പേര് ഏലിയാമ്മ. ഞാൻ മാങ്ങോട് ഇടവകാംഗമാണ്. എനിക്കും എൻ്റെ കുടുംബത്തിനും കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനാണ് ഞാനിത് എഴുതുന്നത്. എൻ്റെ മകൾക്ക് കൈ നിറയെ കുരു പോലെ വന്നു. ഡോക്ടറെ കാണിച്ചപ്പോൾ അത് അലർജിയാണെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മകളുടെ കയ്യിലെ അലർജി മാറി. പക്ഷേ സാക്ഷ്യം പറയാൻ താമസിച്ചതിൻ്റെ ഫലമായി അതെൻ്റെ കയ്യിൽ വീണ്ടും വന്നു. ഞാൻ സാക്ഷ്യം എഴുതിയിട്ട് കൊള്ളാമെന്ന് പറഞ്ഞതിനാൽ അതെൻ്റെ കയ്യിൽ നിന്ന് വീണ്ടും മാറി. പിന്നെ എൻ്റെ മകന് ഒരു ജോലിക്ക് വേണ്ടി ഞാൻ ഇവിടെ വന്ന് നിയോഗം കെട്ടിയിട്ട് മുട്ടിൽ വലിഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവനൊരു ചെറിയ ജോലി ലഭിച്ചു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മകൾക്ക് വിദേശത്ത് പോകാൻ സാധിച്ചു. അങ്ങനെ ഒരുപാട് ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ തന്ന ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും
അമ്മ ത്രേസ്യയ്ക്കും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. ഈ സഹോദരിയുടെ അലർജി രോഗം മാറി, മകന് ജോലി ലഭിച്ചു, മകളുടെ വിസാ തടസ്സം മാറി. എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. എൻ്റെ പേര് സോളി, എടൂർ ഇടവകയിൽ നിന്ന് വരുന്നു. ന്യൂസിലൻഡിന് പോയ മോൾക്ക് വിസയുടെ കാലാവധി കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനെ വന്ന് കാണുകയും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുകയും ചെയ്തു. അതിൻ്റെ ഫലമായി കർത്താവ് മോൾക്ക് വർക്ക് വിസ നൽകി അനുഗ്രഹിച്ചു. ചേച്ചിയും 5 ദിവസം കഴിഞ്ഞിട്ടും കൗണ്ട് കൂടാതിരുന്നപ്പോൾ സാക്ഷ്യം എഴുതിയിടാമെന്ന് നേർന്നപ്പോൾ കൗണ്ട് കൂടുകയും സൗഖ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്തു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. എൻ്റെ പേര് സിനി, ഞാൻ എടൂരിൽ നിന്ന് വരുന്നു. ബന്ധിതനായി ഈശോയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ പിതാവിന് കിട്ടിയ രോഗസൗഖ്യം സാക്ഷ്യപ്പെടുത്താനാണ്. പിതാവിന് കോളൻ ക്യാൻസർ ആയിരുന്നു. ഓപ്പറേഷൻ ഹൈ റിസ്ക് ആയിരുന്നു. പക്ഷേ ഈശോ പൂർണ്ണ സൗഖ്യം നൽകി അനുഗ്രഹിച്ചു. യേശുവേ നന്ദി, യേശുവേ സ്തുതി. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. എൻ്റെ പേര് റോസമ്മ, കരിക്കോട്ടക്കരിയിൽ നിന്ന് വരുന്നു. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഇത് എഴുതുന്നത്. അവളുടെ വിവാഹം നടത്താൻ ഏതം ആലോചിക്കുകയും പ്രാർത്ഥിക്കുകയും ഇവിടെ വന്ന് പ്രാർത്ഥന ചെയ്തിരുന്നു. എങ്കിലും നിയോഗം എഴുതി കെട്ടിയിട്ടിരുന്നില്ല. എന്നാൽ ഇവിടെ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേർന്ന് നിയോഗം എഴുതി ബന്ധിതനായ യേശുവിൻ്റെ രൂപത്തിൻ്റെ മുൻപിൽ കെട്ടിയിട്ടു. അത്ഭുതമെന്ന് പറയട്ടെ, ആ ആഴ്ചയിൽ തന്നെ ഒരു നല്ല ആലോചന വരികയും 1 മാസം കൊണ്ട് വിവാഹം നടത്താൻ സാധിക്കുകയും ചെയ്തു. ഇത്രയും വലിയ അനുഗ്രഹം നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും കർമ്മല മാതാവിനും നന്ദി പറയുന്നു. വിവാഹ തടസ്സം മാറി നല്ല വിവാഹം നടക്കാൻ കർത്താവ് ഇടവരുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. ആവില പള്ളിയിലെ റാപ്സനച്ചൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എനിക്ക് മാസങ്ങളായി ഉണ്ടായിരുന്ന തലവേദനയും വെയിലിൻ്റെ അലർജി മൂലമുണ്ടായിരുന്ന ചൊറിച്ചിലും പരിപൂർണമായി സുഖമായതായി പാത്തൻപാറയിൽ നിന്നും ബിന്ദു സാക്ഷ്യപ്പെടുത്തുന്നു. ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുചൊല്ലാം. ഈശോയേ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. ആമേൻ. എൻ്റെ പേര് ആന്റണി, പയ്യാവൂർ. ഞാൻ എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. എൻ്റെ മകൾ മരിയ ജർമ്മനിയിൽ ജോലി ചെയ്യുന്നു. കഴിഞ്ഞ ശനിയാഴ്ച അവൾ ലീവ് കഴിഞ്ഞ് പോകുന്ന വഴി അതിശക്തമായ പനിയും വിറയലുമുണ്ടായി. അബുദാബി എയർപോർട്ടിൽ സ്റ്റേ 7 മണിക്കൂർ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഹെൽപ്പ് ഡെസ്ക് വഴി അവൾക്ക് ബന്ധപ്പെട്ട് മരുന്നും ചികിത്സയും ലഭിച്ചു. ഈ സമയം മുഴുവനും ഞാനും എൻ്റെ കുടുംബവും ഈശോയെ അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു എന്ന പ്രാർത്ഥന ചൊല്ലുകയായിരുന്നു. തുടർന്ന് പനി കുറഞ്ഞ് അവൾക്ക് യാത്ര തുടരാനായി. ഞങ്ങളെ സഹായിച്ച ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ. എൻ്റെ പേര് ഷൈനി, പുലിക്കുരുമ്പ. എൻ്റെ മകളുടെ കൂട്ടുകാരിക്ക് യൂട്രസിൽ മുഴയുണ്ടായിരുന്നു. ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർ പറഞ്ഞിരുന്നു. ഞാൻ വിശുദ്ധ അമ്മ ത്രേസ്യയോടും ബന്ധിതനായ യേശുവിനോടും കർമ്മല മാതാവിനോടും ഓപ്പറേഷൻ കൂടാതെ മാറ്റിത്തരുവാണെങ്കിൽ സാക്ഷ്യം എഴുതിയിട്ടേക്കാം എന്ന് പ്രാർത്ഥിച്ചിരുന്നു. ഇപ്പോൾ അവൾക്ക് ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെട്ടു. ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും അമ്മ ത്രേസ്യയ്ക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, യൂട്രസിലുണ്ടായിരുന്ന മുഴ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞിരുന്നതാണ്. കർത്താവ് അത് ഓപ്പറേഷൻ കൂടാതെ തന്നെ സുഖപ്പെടുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. എൻ്റെ പേര് ജോമി, ഞാൻ ചന്ദനക്കാമ്പാറയിൽ നിന്ന് വരുന്നു. എൻ്റെ മകന് വേണ്ടിയാണ് ഞാൻ ഈ സാക്ഷ്യം പറയുന്നത്. അവൻ BSc നഴ്സിംഗ് സ്റ്റുഡൻ്റ് ആണ്. കഴിഞ്ഞ 5ാം സെമസ്റ്റർ പരീക്ഷയിൽ ഒന്ന് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ആവില പള്ളിയിൽ സാക്ഷ്യം പറഞ്ഞു കൊള്ളാമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവൻ പരീക്ഷയിൽ ജയിച്ചു. അവനെ പരീക്ഷയിൽ ജയിപ്പിച്ച ആവിലായിലെ അമ്മ ത്രേസ്യയ്ക്കും കർമ്മല മാതാവിനും ബന്ധിതനായ ഈശോയ്ക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. എൻ്റെ പേര് ഷാരോൺ ഷിബു, ഞാൻ പുറവയിൽ ഇടവകാംഗമാണ്. 2025 നീറ്റ് പരീക്ഷയ്ക്ക് മുമ്പായി
ഞാൻ ആവിലാസദനിൽ വന്ന് പ്രാർത്ഥിക്കുകയും അച്ഛനെ കണ്ട് പ്രാർത്ഥനാ സഹായം ചോദിക്കുകയും ചെയ്തിരുന്നു. അച്ഛൻ ധൈര്യമായി പോയി പരീക്ഷ എഴുതിക്കോളാൻ പറഞ്ഞു. എനിക്ക് നീറ്റ് പരീക്ഷയിൽ നല്ല റാങ്ക് ലഭിക്കുകയും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBSന് സീറ്റ് ലഭിക്കുകയും ചെയ്തു. ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ MBBSന് സീറ്റ് കിട്ടാവുന്ന വിധത്തിൽ നല്ലൊരു റാങ്ക് നീറ്റ് പരീക്ഷയിൽ ലഭിച്ചതിനെ ഓർത്ത് നമുക്ക് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. എൻ്റെ പേര് ജിസ്മി അലക്സാണ്ടർ. ഞാൻ ദുബായിൽ നേഴ്സായി വർക്ക് ചെയ്യുന്നു. ഞാൻ OET ഓൺലൈൻ പഠിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ പപ്പ പള്ളിയിൽ വന്ന് എക്സാം ജയിക്കുന്നതിന് വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും മുട്ടിലിഴയുകയും ചെയ്തതിൻ്റെ ഫലമായി ആദ്യ തവണ തന്നെ OET എക്സാം പാസ്സായി. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. കരമടിച്ച് നന്ദി പറയാം. പരീക്ഷകളിൽ ഉന്നതമായ വിജയം അവിടുത്തെ പക്കൽ വന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് കർത്താവ് നൽകുന്നതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോ. എൻ്റെ പേര് ജാൻസി, എടൂർ ഇടവകാംഗമാണ്. ഇതെഴുതുന്നത് എൻ്റെ മകൾക്ക് വേണ്ടിയാണ്. 2ാം വർഷം BSc നഴ്സിംഗ് 3ാം സെമസ്റ്റർ പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ എല്ലാം മറന്നു പോകുന്നു, വളരെ ബുദ്ധിമുട്ടാണ് എന്ന് പറയുകയും ചെയ്തു. ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കാണുകയും അച്ഛൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. ബുധനാഴ്ച ദിവസം ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ പറയുകയും ചെയ്തു. ഞാൻ ബുധനാഴ്ച ദിവസം വരികയും പാസ്സായാൽ സാക്ഷ്യം പറയാമെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഈ മാസം 6ാം തീയതി റിസൾട്ട് വന്നപ്പോൾ അവൾ പാസ്സാവുകയും ചെയ്തു. ഈശോ തന്ന മറ്റൊരു അനുഗ്രഹം കൂടി. ഞങ്ങളുടെ ഒരു കന്നിക്കിടാവ് പ്രസവിച്ചു. കിടാവ് ചത്തുപോയി. കറക്കാൻ പറ്റുമോ പാല് കിട്ടുമോ എന്ന് അറിയില്ലായിരുന്നു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഒരു കുഴപ്പവും കൂടാതെ കറക്കാൻ സാധിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച അച്ഛനും ആവില അമ്മയ്ക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഈശോയേ. എൻ്റെ പേര് ബീന, ആനപ്പന്തി ഇടവകാംഗമാണ്. എൻ്റെ മോളുടെ ഫ്രണ്ടിന് വേണ്ടിയാണ് ഈ സാക്ഷ്യം എഴുതുന്നത്. ഫ്രണ്ട് ഒരു സ്കൂൾ ടീച്ചറാണ്. 8 വർഷമായി ഡെയിലി വേതനമാണ് ലഭിച്ചിരുന്നത്. ജോലി പെർമനൻ്റ് ആയിട്ടില്ലായിരുന്നു. ഞാൻ ജോലി പെർമനൻ്റ് ആകുവാൻ കെട്ടിയിട്ട് പ്രാർത്ഥിച്ചു. സാക്ഷ്യം എഴുതുവാനും നേർന്നു. അതിൻ്റെ ഫലമായി ജോലി ജൂൺ മാസം മുതൽ പെർമനൻ്റ് ആവുകയും സാലറി കിട്ടുവാനും തുടങ്ങി. ആവില അമ്മയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, ഒത്തിരി നാളുകളായി ജോലി പെർമനൻ്റ് ആവാതെയും സാലറി ലഭിക്കാതെയും വിഷമിച്ചുകൊണ്ടിരുന്നതിന് പരിഹാരം കർത്താവ് നൽകിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. എൻ്റെ പേര് ലൂസി, ചരൽ ഇടവകയിൽ നിന്ന് വരുന്നു. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് സാക്ഷ്യം എഴുതുന്നത്. അവളുടെ വിവാഹ തടസ്സം മാറുന്നതിന് വേണ്ടി ബന്ധിതനായ ഈശോയുടെ മുൻപിൽ നിയോഗം കെട്ടിയിട്ടും റാപ്സനച്ചനെ കണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. പ്രാർത്ഥനയുടെ ഫലമായി മെയ് 31-ാം തീയതി യാതൊരു തടസ്സവും കൂടാതെ ഭംഗിയായി വിവാഹം നടത്തി തന്നു. ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി. എൻ്റെ 2ാമത്തെ സാക്ഷ്യം. എൻ്റെ ഒരു വള ഭർത്താവിൻ്റെ കൂട്ടുകാരൻ 1 മാസത്തേക്ക് പണയം വെക്കാൻ മേടിച്ചു. ചോദിച്ചിട്ട് അയാൾ പല അവധിയും പറഞ്ഞു. ഇപ്പോൾ വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല. ഇപ്പോൾ 4 വർഷമായി ഞാൻ ബന്ധിതനായ ഈശോയുടെ മുമ്പിൽ നിയോഗം കെട്ടിയിട്ട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ വള തിരിച്ചു കിട്ടിയതിന് ബന്ധിതനായ ഈശോയ്ക്ക് 1 കോടി നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. വിവാഹം നടക്കാനും ഇടവന്നു. മകളുടെ വിവാഹം നടന്നു. അമ്മയ്ക്ക് വള തിരിച്ചു കിട്ടി. ഹല്ലേലൂയ. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. എൻ്റെ പേര് ബീന, സ്ഥലം എടൂർ. എനിക്ക് 3 മാസത്തോളമായി എപ്പോഴും തലവേദനയായിരുന്നു. തലയുടെ താഴെയും നടുക്കും വശങ്ങളിലും ഇടയ്ക്ക് മിന്നൽ പോലെ ഇടയ്ക്കിടയ്ക്ക് വരും. പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകും. ഇടയ്ക്കിടയ്ക്കുണ്ടാകുമായിരുന്നു. ഞാൻ മാർച്ച് മാസം അച്ഛനെ വന്ന് കണ്ടു. അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. എനിക്ക് അനുഗ്രഹങ്ങൾ നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. സൗഖ്യം നൽകുന്ന കർത്താവിന്റെ നാമം ഉച്ചത്തിൽ വിളിക്കാം. ഈശോയേ. എൻ്റെ പേര് ലീല, ഞാൻ പേരാവൂരിൽ നിന്ന് വരുന്നു. ജൂലൈ 30, 31 തീയതികളിൽ എൻ്റെ മൂക്കിൽ നിന്ന് കുറച്ച് രക്തം പോയിരുന്നു. അച്ഛനെ കണ്ടു പറഞ്ഞപ്പോൾ അച്ഛൻ ഉമിനീർ പുരട്ടി. പിന്നെ അങ്ങനെ കണ്ടിട്ടില്ല. അമ്മ ത്രേസ്യയുടെ തിരുനാളിന് എല്ലാ ദിവസവും പങ്കെടുക്കാമെന്ന് പ്രാർത്ഥിക്കുകയും ഉരുൾ നേർച്ചയിൽ പങ്കെടുക്കാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നെ രക്ഷിച്ച കർമ്മല മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. മൂക്കിൽ നിന്ന് രക്തം വന്നുകൊണ്ടിരുന്നത് കർത്താവ് സുഖപ്പെടുത്തിയതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. അത്ഭുതങ്ങളും
സംഭവിക്കും. ഉണരാം ഉണരാം ഉണരാം. എൻ്റെ പേര് ഡോണ മരിയ. ഞാൻ പുറവേൽ ഇടവകാംഗമാണ്. ഞാൻ നേഴ്സാണ്. സൗദിയിൽ പോകാനുള്ള പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായി ഞാൻ ജൂലൈ മാസത്തിൽ മെഡിക്കൽ ടെസ്റ്റിനായി പോവുകയുണ്ടായി. എന്നാൽ ചെസ്റ്റ് എക്സ്റേയിൽ ചെറിയ പാടുകളുണ്ട് എന്ന് പറഞ്ഞ് എനിക്ക് ഫിറ്റ്നസ് കിട്ടിയില്ല. മാത്രമല്ല, ഇനി സൗദി, ഖത്തർ, കുവൈറ്റ് തുടങ്ങിയ രാജ്യങ്ങളിലേക്ക് പോകാൻ സാധിക്കുകയില്ല എന്ന് അവിടുന്ന് പറഞ്ഞു. ഒരു മെഡിക്കൽ കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞാൽ മാത്രമേ അടുത്തതെടുക്കാൻ പറ്റുന്നുള്ളൂ. ഈ മാസം 2-ന് ഞാൻ റാപ്സൻ അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു. 10 ദിവസത്തേക്ക് 500 തവണ ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും എന്നിൽ നിറഞ്ഞു കവിയുന്നു എന്ന പ്രാർത്ഥന ചൊല്ലുവാനായും എന്നും രാത്രി 9 മണിക്കത്തെ ശുഭരാത്രി വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനും പറഞ്ഞു. ഞാൻ അതുപോലെ പ്രാർത്ഥിക്കുകയും ചെയ്തു. ഓഗസ്റ്റ് 11-ന് ഞാൻ വീണ്ടും മെഡിക്കൽ എടുത്തു. ഏകദേശം 11 മണിയോടെ എൻ്റെ ടെസ്റ്റുകളൊക്കെ കഴിഞ്ഞു. ഈ ടെസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ അച്ഛൻ പറഞ്ഞ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരുന്നു. വൈകുന്നേരം 3 മണിക്കും 5-നും ഇടയിൽ റിസൾട്ട് വരികയുള്ളൂ എന്ന് സെൻറ്ററിൽ നിന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഇരുന്ന് അച്ഛൻ പറഞ്ഞ പ്രാർത്ഥന 500 തവണ ചൊല്ലി. പ്രാർത്ഥന ചൊല്ലി 10 മിനിറ്റ് കഴിയുമ്പോൾ എനിക്ക് റിസൾട്ട് കിട്ടി. ഞാൻ മെഡിക്കലി ഫിറ്റാണെന്ന് പറഞ്ഞു. അതുപോലെ എനിക്ക് കുറച്ച് വർഷങ്ങളായി ഇടയ്ക്കിടയ്ക്ക് കുത്തിയുള്ള ചുമയുണ്ടായിരുന്നു. ഒരു വ്യാഴാഴ്ച ഇവിടെ ശുശ്രൂഷയ്ക്ക് പങ്കെടുക്കുവാൻ വന്നപ്പോൾ എനിക്ക് സ്തുതിക്കാനോ യേശുനാമം വിളിച്ചപേക്ഷിക്കാനോ പറ്റാത്ത വിധം ചുമയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ചുമ മാറാനായി പ്രാർത്ഥിച്ചു. അപ്പോൾ തുടങ്ങി ഇന്ന് വരെ എനിക്ക് ആ ചുമയുണ്ടായിട്ടില്ല. അതുപോലെ തന്നെ ഒരു തവണ മെഡിക്കൽ പാസ്സാകാത്തത് കൊണ്ട് എനിക്ക് നല്ല ടെൻഷനായിരുന്നു. രണ്ടാമത്തേത് ബുക്ക് ചെയ്യുന്ന സമയത്ത് ആഗസ്റ്റ് 8-ന് വെള്ളിയാഴ്ച ബുക്ക് ചെയ്തപ്പോൾ ഞാൻ പേടിച്ചിരിക്കുമായിരുന്നു. അങ്ങനെ അന്ന് രാത്രി ശുഭരാത്രി വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന സമയത്ത് എനിക്ക് ശരീരത്തെ കുളിര് പോലും കോരുന്നത് പോലെ അനുഭവപ്പെട്ടു. ആ ശുശ്രൂഷ കഴിഞ്ഞപ്പോൾ മുതൽ എന്നെ അലട്ടിക്കൊണ്ടിരുന്ന ഭയം മാറുകയുണ്ടായി. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, വിദേശത്ത് പോകുന്നതിനുള്ള മെഡിക്കൽ എടുത്തപ്പോൾ ചെസ്റ്റിൽ സ്കാർ ഉണ്ട്. ഇനി നിങ്ങൾക്ക് ഇനിയുള്ള ഒരിക്കലും വിദേശത്തേക്ക്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ പോകാനായിട്ട് സാധിക്കുകയില്ല എന്ന് മെഡിക്കൽ റിപ്പോർട്ട് പറഞ്ഞതിന് ശേഷമാണ് അവരിവിടെ വരികയും പ്രാർത്ഥിക്കുകയും അതുപോലെ എല്ലാ ദിവസവും 9 മണിക്കുള്ള സുബ 9 മണിക്ക് അതിൻ്റെ ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. 20 മിനിറ്റുള്ള ഒരു 9 മണിക്ക് അതിൻ്റെ ലിങ്ക് ലഭിക്കുന്നതായിരിക്കും. 20 മിനിറ്റുള്ള ഒരു ശുശ്രൂഷയാണ്. അതിൽ പങ്കെടുക്കാനായിട്ട് പരിശ്രമിക്കുക. എൻ്റെ പേര് സിനി. ഞാൻ പേരാവൂരിൽ നിന്ന് വരുന്നു. എൻ്റെ വിവാഹം നടക്കുവാൻ ഒത്തിരി തടസ്സങ്ങളുണ്ടായി. എൻ്റെ വിവാഹം നല്ല രീതിയിൽ നടക്കുവാൻ ഞാൻ ആവിലായിലെ അമ്മയോട് പ്രാർത്ഥിച്ചു. ബന്ധിതനായ ഈശോയുടെ മുൻപിൽ നിന്നും പ്രാർത്ഥിച്ചു. പള്ളിയിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ വിവാഹം നല്ല രീതിയിൽ നടക്കുകയും നല്ലൊരു ജീവിത പങ്കാളിയെ തന്ന് അനുഗ്രഹിക്കുകയും ചെയ്ത ആവിലായിലെ അമ്മ ത്രേസ്യയോടും ബന്ധിതനായ ഈശോയോടും പ്രാർത്ഥിച്ച അച്ഛനോടും നന്ദി പറയുന്നു. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. വിവാഹ തടസ്സം മാറാനും നല്ല വിവാഹം നടക്കാനും ഈശോനെ പറയാം. വിവാഹ തടസ്സം മാറാനും നല്ല വിവാഹം നടക്കാനും ഈശോ ഒരുക്കിയ ജീവിത പങ്കാളിയെ സ്വീകരിക്കാനും കൃപ ലഭിച്ചതിനെ ഓർത്ത് കരങ്ങൾ ഉയർത്തി വീശിക്കൊണ്ട് ഏറ്റുചൊല്ലാം. ഈശോയെ, അങ്ങയുടെ കരുണയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. ആവിലായിലെ ശുശ്രൂഷകളിലൂടെ 1 കോടി മനുഷ്യരെ തിരുരക്തത്താൽ കഴുകണമേ, പരിശുദ്ധാത്മാവാൽ നിറയ്ക്കണമേ, പ്രേക്ഷിതരാക്കണമേ. ഞങ്ങളുടെ കുടുംബങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. എൻ്റെ പേര് ലിസി. പേരാവൂരിൽ നിന്ന് വരുന്നു. ആവിലായിലെ തിരുസന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി മകന് ജീവിത പങ്കാളിയെ ലഭിച്ചു. മകൾക്ക് ആരോഗ്യമുള്ള ഒരു കുഞ്ഞിനെയും കിട്ടി. ഈശോയെ ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി. കരമടിച്ച് കർത്താവിന് നന്ദി പറയാം. വിവാഹം നടന്നു, സന്താന സൗഭാഗ്യം ലഭിച്ചു. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയെ, ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് പാസ്സാകാൻ സാധിച്ചു. അതോടൊപ്പം തന്നെ എനിക്കുണ്ടായിരുന്ന അസുഖം മാറുകയും ചെയ്തു. ബന്ധിതനായ ഈശോയ്ക്കും മാതാവിനും നന്ദി. അന്ന. കരമടിച്ച് നന്ദി പറയാം. ഈശോയെ, എൻ്റെ പേര് തെയ്യാമ്മ. ഞാൻ ചെമ്പന്തൊട്ടിയിൽ നിന്ന് വരുന്നു. ഞാൻ ഈ സാക്ഷ്യം പറയുന്നത് എൻ്റെ ചേച്ചിയുടെ ഭർത്താവിൻ്റെയും മകൻ്റെയും മദ്യപാനം നിർത്തിയതിന് നന്ദി പറയുവാനാണ്.
ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ ഇവരുടെ മദ്യപാനം നിർത്തുവാൻ വേണ്ടി നിയോഗം വെച്ച് പ്രാർത്ഥിക്കുകയും ബന്ധിതനായ ഈശോയുടെ മുൻപാകെ നിയോഗം കെട്ടിയിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. മദ്യപാനം ഇവർ നിർത്തിയാൽ സാക്ഷ്യം എഴുതിയിട്ടേക്കാമെന്നും പറഞ്ഞു പ്രാർത്ഥിച്ചിരുന്നു. ഇതിൻ്റെ ഫലമായി 1 വർഷമായി ചേച്ചിയുടെ മകനും 4 മാസമായി ചേച്ചിയുടെ ഭർത്താവും മദ്യപാനം നിർത്തി. ഈ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും കർമ്മല മാതാവിനും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. മദ്യപാനത്തിൽ നിന്നും ലഹരിയുടെ അഡിക്ഷനിൽ നിന്നും കർത്താവിന്റെ മക്കൾക്ക് യേശുനാമത്തിൽ വിടുതൽ കിട്ടുന്നതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയെ. എൻ്റെ പേര് മായ, കേളകം. എൻ്റെ വീടിനടുത്തുള്ള അമൽ എന്ന മോന് ഹാർട്ട് ഓപ്പറേഷൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു. ഇതറിഞ്ഞപ്പോൾ തന്നെ ഞാൻ മോൻ്റെ ഓപ്പറേഷൻ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ സക്സസ് ആയിരിക്കുന്നതിന് വേണ്ടി ആവിലയിലേക്ക് സാക്ഷ്യം എഴുതിയിടാമെന്ന് നേരുകയും തൽഫലമായി ഒരു കുഴപ്പവും കൂടാതെ ഓപ്പറേഷൻ നടന്നു. എല്ലാം സക്സസ് ആക്കി നടത്തിയ ആവില അമ്മയ്ക്കും ബന്ധിതനായ ഈശോയ്ക്കും 1000 നന്ദി. എൻ്റെ പേര് സവിത, വള്ളിത്തോട്ടിൽ നിന്ന് വരുന്നു. എൻ്റെ കാൽമുട്ടിന് വേദന കാരണം ഞാൻ അച്ഛനെ കണ്ടു. കാര്യങ്ങൾ പറഞ്ഞാലിന് അച്ഛൻ്റെ കാൽ കൊണ്ട് തൊട്ടതിന് ശേഷം പൂർണ്ണമായും വേദനകൾ കുറഞ്ഞു. ഇപ്പോൾ ഒരു വേദനയുമില്ല. എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച നീങ്ങി സൗഖ്യം നേടി എൻ്റെ പേര് ഫിലോമിന, ഉളിക്കൽ. എനിക്ക് നടുവിന് വേദനയായിട്ട് 3 മാസമായി ഞാൻ ബന്ധിതനായ ഈശോയോട് പ്രാർത്ഥിച്ചു. 4 ആഴ്ച ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞതിൻ്റെ ഫലമായി എൻ്റെ വേദന 4ാമത്തെ ആഴ്ചയിൽ ബന്ധിതനായ ഈശോ മാറ്റിത്തന്നു. ബന്ധിതനായ ഈശോയ്ക്കും ആവിലായിലെ അമ്മയ്ക്കും 1000 നന്ദി. നടുവേദനയിൽ നിന്ന് കർത്താവ് സൗഖ്യം കൊടുത്തതിനെ ഓർത്ത് ഉച്ചത്തിൽ വിളിക്കാം. ഈശോയെ. ഞാൻ സാലി, പേരാവൂരിൽ നിന്ന് വരുന്നു. എൻ്റെ മകൾക്കും കൊച്ചിനും വൈറൽ പനിയും ചുമയും മൂക്കടപ്പുമായിരുന്നു. ശ്വാസം വിടാൻ പോലും പറ്റുന്നില്ലായിരുന്നു. മരുന്ന് വാങ്ങിയിട്ടും കുറയുന്നില്ല. എൻ്റെ മകൾക്കും കൊച്ചിനും കുറയുകയാണെങ്കിൽ ആവില അമ്മയ്ക്ക് സാക്ഷ്യം എഴുതിയിട്ട് കൊള്ളാം എന്ന് നേർന്നതിൻ്റെ ഫലമായി മകൾക്കും കൊച്ചിനും ചുമയും പനിയും മാറിക്കിട്ടി. ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഈശോയെ. എൻ്റെ പേര് സോണിയ ബിജി, വീട് വെമ്പുവായിലാണ്. എനിക്ക് ഫസ്റ്റ് ഇയർ നഴ്സിംഗ് എക്സാമിന് ഉന്നതമായ വിജയം നൽകി ഈശോ അനുഗ്രഹിച്ചു. പരീക്ഷയ്ക്ക് മുൻപ് അച്ഛനെ കണ്ട് പ്രാർത്ഥനാ സഹായം ചോദിച്ചിരുന്നു. എന്നെ അനുഗ്രഹിച്ച ആവിലായിലെ അമ്മത്രേസിക്കും ബന്ധിതനായ ഈശോയ്ക്കും 1000 നന്ദി. പരീക്ഷകളിൽ വിജയം നൽകുന്ന കർത്താവിന് നമുക്ക് നന്ദി പറയാം. ഈശോയെ. എൻ്റെ പേര് മേരി, ഞാൻ നെല്ലിക്കാമ്പോയിലിൽ നിന്ന് വരുന്നു. ആവിലാലെ അമ്മത്രേസ്യയുടെ മധ്യസ്ഥതയാൽ ബന്ധിതനായ ഈശോയോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മകൾക്ക് BSc നഴ്സിംഗ് 5ാമത്തെ സെമസ്റ്ററിന് ഉന്നത വിജയം ലഭിച്ചു. ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഈശോയെ. എൻ്റെ പേര് മിനി, സ്ഥലം കോളിത്തട്ട്. എനിക്ക് 2 ആഴ്ചയായി ദേഹമാസകലം ചൊറിഞ്ഞു തടിക്കുന്ന അവസ്ഥയായിരുന്നു. ഞാൻ ഈശോയെ അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുന്നു എന്ന് പ്രാർത്ഥന ചൊല്ലുകയും എണ്ണ പുരട്ടുകയും ചെയ്തിരുന്നു. 19-ാം തീയതി ചൊവ്വാഴ്ച ഞാൻ അച്ഛനെ വന്ന് കാണുകയും അച്ഛൻ ഉമിനീര് തരുകയും ഞാൻ മുഖത്തും കയ്യിലും എല്ലാം പുരട്ടുകയും ചെയ്തു. വീട്ടിൽ വന്നിട്ടും ചെറുതായി ചൊറിഞ്ഞു തടിക്കുകയും വല്ലാത്ത ബുദ്ധിമുട്ട് അനുഭവിക്കുകയും ചെയ്തിരുന്നു. പ്രാർത്ഥന എന്നും ചൊല്ലുകയും ചെയ്തു. അങ്ങനെ 21-ാം തീയതി വ്യാഴാഴ്ച പള്ളിയിൽ വരുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ കാണിച്ചു. ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. ഈശോയോട് പ്രാർത്ഥിച്ച് സാക്ഷ്യം എഴുതി നേരാമെന്ന് പറഞ്ഞതിൻ്റെ ഫലമായി എൻ്റെ അസ്വസ്ഥതകളെല്ലാം പൂർണ്ണമായി മാറിക്കിട്ടി. 33 വ്യാഴാഴ്ച ശുശ്രൂഷയിൽ പങ്കെടുക്കാമെന്ന് നേർന്നു. എനിക്ക് ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകിയ ബന്ധിതനായ ഈശോയ്ക്കും ആവില അമ്മയ്ക്കും 1000 നന്ദി. കരമടിച്ച് നന്ദി പറയാം. ഈശോയെ. എൻ്റെ പേര് സ്റ്റെഫിയ ജോസഫ്, നെല്ലിക്കുറ്റി. ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ വിസയുടെ തടസ്സം മാറിക്കിട്ടുകയും ഒരാഴ്ചയ്ക്കുള്ളിൽ, അതായത് 25/8/2025 വിസ ലഭിക്കുകയും 26/8/2025 ജർമ്മനിക്ക് പോകുവാൻ സാധിക്കുകയും ചെയ്തു. കർമ്മല മാതാവിനും 1000 നന്ദി പറയുന്നു. കരമടിച്ച് നന്ദി പറയാം. വിസ തടസ്സം മാറാനും അതുപോലെ ജർമ്മനിയിൽ ജോലിയിൽ പ്രവേശിക്കാനും സാധിച്ചതിനെ ഓർത്ത് കൈയടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഉച്ചത്തിൽ വിളിക്കാം. ഈശോയെ. അത്ഭുതങ്ങളും
യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം. എൻ്റെ പേര് സീന സജി. ഞാൻ പേരാവൂർ ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾക്ക് ആദ്യത്തെ കുഞ്ഞുണ്ടാകുന്നത് 2011 അതിനുശേഷം കൺസീവ് ആകാതിനാലും ഞങ്ങൾ കുറേ ട്രീറ്റ്മെൻ്റ് ഒക്കെ എടുത്തു. അതിൻ്റെ ഫലമൊന്നും ഉണ്ടായില്ല. ഇവിടെ വന്ന് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചു. ഇവിടെ കുറേ വ്യാഴാഴ്ചകളിൽ വന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്തു. പിന്നെ ഒരു കുഞ്ഞുണ്ടാവുകയാണെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറയാമെന്ന് നേർന്നിരുന്നു. അതിൻ്റെ ഫലമായി കഴിഞ്ഞ ഡിസംബർ 23 ഒരു ആൺകുഞ്ഞിനെ നൽകി ദൈവം അനുഗ്രഹിച്ചു. അനുഗ്രഹിച്ച കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, 2011 ആദ്യത്തെ കുട്ടി ഉണ്ടായത്. 13 വർഷമായി അടുത്ത കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ഒരു കാത്തിരിപ്പിലായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ വർഷം ഇവിടെ വന്നു മുമ്പ് വരികയും പ്രാർത്ഥിക്കുകയും ചെയ്തു. കർത്താവ് ഒരു കുഞ്ഞിനെ നൽകി. 13 വർഷമായിട്ട് പരിശ്രമിച്ചു കൊണ്ടിരുന്നത് കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുകയും അവിടുത്തെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ കർത്താവ് വീണ്ടും കുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് കൈയടിച്ച് നന്ദി പറയാം. അത്ഭുതങ്ങളും അടയാളങ്ങളും യേശുനാമത്തിൽ സംഭവിക്കും കാലമല്ലോ. ഉണരാം ഉണരാം ഉണരാം. ഈശോയേ ഈശോയേ ഈശോയേ.